പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇവരുടെ മൂന്നാമത്തെ നിയോഗം എന്താണെന്നറിയാവോ? മൂന്നാമത്തെ നിയോഗം ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ മുടങ്ങിപ്പോയ ആൾക്കാരെ കാരുണ്യ പ്രവർത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണതാണ്. നിയോഗങ്ങൾ കേട്ടില്ലേ? അതായത് ഇവിടെ മൂന്നാമത്തെ നിയോഗം, ആദ്യത്തെ നിയോഗം എന്തായിരുന്നു? ഉടമ്പടി എടുക്കാത്ത എടുപ്പിക്കുക. രണ്ടാമത്തെ നിയോഗം എന്തായിരുന്നു? ഉടമ്പടി വീണുപോയവരെ താങ്ങി നിർത്തുക. മൂന്നാമത്തെ നിയോഗം എന്താണ്? ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികളില്ലാത്തവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യിക്കുക. അതിനെ വീട്ടിൽ പോയി കുത്തിരിക്കണേ ഓരോരുത്തൻ്റെ. എങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യണത്? കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക്. എന്താ പ്രോജക്റ്റ്? ഒരു വീട് ജപ്തി വന്ന് അത് മൊത്തം പോയി. ജപ്തി വന്ന് അവർ മൊത്തം പോയി. ആ വീട് ജപ്തി ചെയ്ത് പോയി. പിന്നെ എന്താണ്? അവർ ടർപ്പോളെ താഴെ താമസിക്കണം ഇപ്പോൾ ഒരു വീട്ടുകാർ. അപ്പോൾ അതൊരു പ്രോജക്റ്റായിട്ട് ഇവരെടുത്ത് ആ ചേച്ചിക്ക് എന്താണ്? അവിടെ യൂട്രസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ അനുഭവിക്കണമെന്ന് നോക്കിയേ. ജപ്തി വന്ന് അവർ മഴയത്തായിപ്പോയി. അവൻ്റെ താമസിച്ചിട്ടും അവരുടെ യൂട്രസ് ഇറങ്ങി ബ്ലീഡിങ് ആയി. അപ്പോൾ ഇവർ അവിടെ ചെന്ന് അങ്ങനെ ആ കുടുംബത്തെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്ത്, ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യാത്ത ആൾക്കാരെല്ലാം വീട്ടിൽ പോയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ഇല്ല, അവർക്ക് അറിയത്തില്ല എന്താണെന്ന്. കാര്യം മോളിൽ പോയിരുന്ന് ഉറങ്ങിയ പാർട്ടി ആയിരിക്കും. അതാണ് വിഷയം. അവിടെ നിന്നുണ്ട് മൊബൈലൊക്കെ. ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ഈ പുതുക്കാൻ വേണ്ടി പോയിരിക്കുന്ന സ്ഥലത്ത് കൂടി നമ്മൾ ഒന്ന് പോയി നോക്കിയേ. അവിടെ പോയിരുന്നുണ്ട് ഈ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ കുറേ പേര്. അതാണ് കാണുമ്പോൾ അറിയാൻ പറ്റൂ. കാര്യം അങ്ങനെ കുറേ പേരുണ്ട്. ഈ പുതുക്കാൻ പോണ പാട്ടി വെച്ച് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ചിരി വരും. എന്താ കാര്യം? വെറുതെ വീട്ടിലിരുന്ന് പണി പഠിക്കണവരെ ഇവിടെ വന്ന് മറ്റുള്ളവർക്ക് ഒതപ്പുണ്ടാക്കി അതിൻ്റെ കൂടി എക്സ്ട്രാ പണിയും മേടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഈ പാർട്ടിയാണ്. ഈ കാരുണ്യ പ്രവൃത്തി മുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉടമ്പടി കട്ടാകുമല്ലോ. അവൻ പറയണ പോലെ ചെയ്തോളാമെന്നാണല്ലോ പറഞ്ഞിരിക്കണത്. അവൻ പറഞ്ഞ കാര്യം മുഴുവൻ കാരുണ്യ പ്രവൃത്തിയാണല്ലോ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹവസ്ഥയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അതെല്ലാം അവൻ പറയണ പോലെ ചെയ്യണതെല്ലാം കാരുണ്യ പ്രവൃത്തിയാണ്. ആ കാരുണ്യ പ്രവൃത്തി ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടി പോവുകയില്ല. അപ്പം തന്നെ പിന്നെ പതുക്കെ അവസാനം മാത്രമേ ഈ ബ്രെയിൻ ഡെത്ത് പോലെയാണ് വരണത്. ഉടമ്പടിക്ക് ആശീർവം പോയാൽ ഓർക്കണം എന്താണ്? ബ്രെയിൻ ഡെത്തായെന്ന് നടക്കണം. എല്ലാം അവസാനം മരിക്കണം. എല്ലാ അവയവങ്ങളും നമ്മൾ മരിക്കുമ്പോൾ ആദ്യം മരിക്കണത് എന്തായിരിക്കും? കാലായിരിക്കും മരിക്കണത് അല്ലേ? വൈദ്യശാസ്ത്രത്തിൽ അറിയാൻ ഡോക്ടർമാർക്ക് ഉണ്ടല്ലോ ഇവിടെ. ആദ്യം മരിക്കണത് കാലാണ്. കാല് മരിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നീട് കുറച്ച് ഭാഗങ്ങളായിട്ട് മരിച്ച് ഹൃദയം നിന്ന് അവസാനം 10 മിനിറ്റോളം ബ്രെയിനിൽ കറണ്ട് ഉണ്ടാവും. അവസാനം ബ്രെയിനും മരിക്കും. ഇങ്ങനെയാണ് മനുഷ്യൻ മരിച്ചു തീരണമെന്ന് വിചാരിക്കണത്. അപ്പം അതുപോലെ തന്നെ കാല് മരിക്കുമ്പോൾ തന്നെ ഓർക്കുക, കാരുണ്യ പ്രവൃത്തി പോയി. കാലില്ലാതെ കാരുണ്യ പ്രവൃത്തി ഇല്ലല്ലോ. എവിടെയെങ്കിലും പോകണ്ടേ? ഞാൻ ഈ സന്ദർശിക്കാൻ പോകണമെങ്കിൽ രോഗികളെ സന്ദർശിക്കണ്ടേ? അപ്പോൾ രോഗികളെ സന്ദർശിച്ചിട്ട് കുറേ നാളായെന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം എന്താണ്? സന്ദർശനവും സഞ്ചാരവും ഒന്നും ഇല്ല, കാല് മരിച്ചു. ഉടമ്പടി മരിക്കണം. കാരുണ്യ പ്രവൃത്തി മരിച്ചാൽ കാല് മരിച്ച പോലെയാകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം മരിക്കുന്നത് കാലാണ്. കാരുണ്യ പ്രവൃത്തി മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സഞ്ചാരിച്ച് മറ്റ് സ്ഥലങ്ങളിൽ കർത്താവെല്ലാം കാല് വെച്ചാൽ സംസാരിച്ചിരിക്കണത്. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിക്കണമെങ്കിൽ എന്ത് വേണം? കാല് വേണ്ടേ? അല്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ അതെല്ലാം നമ്മൾ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെന്ന് ചെയ്യണില്ല, വെറുതെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി വീട്ടിൽ ഇരിക്കണമെങ്കിൽ അരക്ക് താഴെ തളർന്ന് കിടക്കണ ഈ പിശാച്. ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല.
നിങ്ങൾ വെറുതെ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അരക്ക് താഴെ തളർന്ന് കിടക്കുകയാണ്. നിങ്ങൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഉടമ്പടി നിങ്ങൾക്ക് തിരിഞ്ഞു കൂത്താൻ തുടങ്ങും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സുവിശേഷ ശുശ്രൂഷകള് അങ്ങയോട് പറഞ്ഞതുപോലെ അങ്ങയുടെ സ്നേഹത്തിന്റെ സാക്ഷ്യമായി ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില വീടുകളിൽ ഇപ്പം ഈ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാരുണ്യ പ്രവൃത്തി ഇല്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ സിന്ധു ചെല്ലുമ്പോൾ ഈ കാരുണ്യപ്രവൃത്തി ഇല്ലാത്ത ആൾക്കാർക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാനുള്ള വകുപ്പ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ബ്ലീഡിംഗ് ഒക്കെ പറഞ്ഞ ആളില്ലേ, അവരാ ഷെഡ് കെട്ടിക്കൊടുത്ത ഇവരാണ്. പിന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവിടെ പിരിവിട്ടിട്ട് ഇവർക്ക് ആശുപത്രി പോകാനുള്ള പൈസ കൊടുക്കാം. അല്ല, ഞങ്ങളെവിടെ പോകാനാണ്, എവിടെയാണ് ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി എവിടെയാണെന്ന്. ഈ സാധനത്തിന് വേറെ എല്ലാ സ്ഥലവും അറിയാം. നാട്ടിൽ ഉടമ്പെടുക്കുമ്പോൾ എവിടെ പോകണം, ആശുപത്രി പോകണ. ഏത് ആശുപത്രി? ഗവൺമെൻറ് ആശുപത്രി. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ. എന്തും ഓരോ ജന്മങ്ങൾ വരുന്നതേ ഭയങ്കര കഷ്ടമാണ്. ഒരു മനുഷ്യനെ മറ്റു മനുഷ്യന്മാരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത കുറേ ജന്മങ്ങൾ. ഞാൻ പറഞ്ഞ കുറേ ആൾക്കാരിങ്ങനെ ഈ കുഞ്ഞ് പിള്ളേരൊക്കെ ഇപ്പം കയറി പോകണല്ല. അപ്പം ഞാൻ ചിലതിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം, ഇതുങ്ങൾക്ക് മനുഷ്യന്മാർ നമ്മൾ അയൽവാസികളായിട്ട് താമസിക്കുന്ന ആരാണെന്ന് പോലും ഇതുങ്ങൾക്ക് അറിയത്തില്ല. ഇതിങ്ങ ഈ രാജ്യം വിട്ട് പോണത് തന്നെ നല്ലതാണ്. കാര്യം ഈ രാജ്യത്തിന് ബാധ്യതയാണ്. എന്താ കാര്യം, ഈ സ്വന്തം നാട്ടിൽ താമസിക്കുന്നത് ആരാണ്, സ്വന്തം ബന്ധുക്കളെ പോലും അറിയാൻ പറ്റില്ല, കൂട്ടുകാരെ അറിയാൻ പറ്റും. അത് വാട്സപ്പുള്ള കാരണം കുത്തിയിരുന്നോണ്ട് കൂട്ടുകാരെ വിളിക്കും. സ്വന്തം എടി അമ്മ പേരമ്മേണ്ടി വന്നത്, ആ പേരമ്മയാണ്, എന്നാണ് പേരമ്മയായതെന്ന് അമ്മ പറയുന്നത്. അമ്മയുടെ അനിയത്തി വരുമ്പോഴേ എടി പേരമ്മേണ്ടി വന്നത് ആണ്, ശ്രുതി പറ, ആ ശ്രുതി, ആ ശരി, തീർന്നു. പിന്നെ പേരമ്മ പോയി, അവൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഈ സാധനം രാജ്യം വിട്ടു പോകാനാണ് നല്ലത്. ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തിന് ഒരു മൂല്യമുണ്ട്, സാംസ്കാരിക മൂല്യമുണ്ട്, ഒരു സംസർഗ ബോധമുണ്ട്. ഈ രണ്ട് സാധനം ഇല്ലാത്ത സംഭവങ്ങളൊക്കെ പാസ്പോർട്ട് എടുത്ത് പോകണം. പോയവരെല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്. പക്ഷേ പോയതിൻ്റെ 10% ഈ ടൈപ്പാണ്. മനുഷ്യത്വമില്ലാതെ മനുഷ്യന്മാരെ തമ്മിൽ അറിയാതെ ഈ ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് എന്ത് കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണേ? കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അറിയണ പദ്ധതിയാണ്. മനുഷ്യന്മാരെ കണ്ടിട്ട് ഇവർ കണ്ടില്ലേ സിന്ധു ചെയ്ത കാര്യങ്ങൾ എന്താണ്? അവരെ പോയിട്ട് അവരുടെ ബ്ലീഡിങ് മനസ്സിലാക്കിയിട്ട് അതിന് അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ചുറ്റി നടന്ന് കാരുണ്യപ്രവൃത്തി ചെയ്യാത്ത ആൾക്കാരെല്ലാം കണ്ടുപിടിച്ചിട്ട് അവർക്ക് അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുകയും ചെയ്തിരുന്ന കാരുണ്യപ്രവൃത്തി ചെയ്യാത്തവർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് രസമുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കരളിന് തടി, ഇതിങ്ങനെ ഈ രാജ്യം വിട്ട് പോണത് തന്നെ നല്ലതാണ്. കാര്യം ഈ രാജ്യത്തിന് ബാധ്യതയാണ്. എന്താ കാര്യം, ഈ സ്വന്തം നാട്ടിൽ താമസിക്കുന്നത് ആരാണ്, സ്വന്തം ബന്ധുക്കളെ പോലും അറിയാൻ പറ്റില്ല, കൂട്ടുകാരെ
അറിയാൻ പറ്റും. അത് ഈ വാട്സപ്പുള്ള കാരണം ഇരുന്ന് കുത്തിയിരുന്നോണ്ട് ഇരുന്ന കൂട്ടുകാരെ വിളിക്കും. സ്വന്തം എടി അമ്മ പേരമ്മേണ്ടി വന്നത്, ആ പേരമ്മയാണ്, എന്നാണ് പേരമ്മയായതെന്ന്. അമ്മ അനിയത്തി വരുമ്പോഴേ എടി പേരമ്മേണ്ടി വന്നത് ആണ്, ശ്രുതി പറ, ആ ശ്രുതി, ആ ശരി, തീർന്നു. പിന്നെ പേരമ്മ പോയി, അവൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഈ സാധനം രാജ്യം വിട്ടു പോകണമാണ് നല്ലത്. ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തിന് ഒരു മൂല്യമുണ്ട്. ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടൊരു ഫൈറ്റാണ്. ഞാനിവിടെ വന്നത് എൻ്റെ ഈ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും നന്ദി പറയാനാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് വന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയായിരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരിയാണ്. തിരുവനന്തപുരം ജില്ല ആരനാട് എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും 4 ചെറുമക്കളുമുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാനിവിടെ കൃപാസനം എന്ന് എനിക്കറിയില്ലായിരുന്നു. പലരും വരും, കൃപാസനത്തിൽ വരും, വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പത്രങ്ങൾ പലർക്കും കൊടുക്കും. അവിടെ ഞങ്ങളുടെ നടയിൽ ഒരു കുരിശടിയിൽ കൊണ്ടുവയ്ക്കും. കൃപാസനം വിളിച്ചാൽ വിളിയാക്കുന്ന സ്ഥലമാണ്. എന്ത് വിചാരിച്ചാലും നടത്തിത്തരും, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് പറയുന്നവർ പലരും പറയുന്നത് ഞാൻ കേട്ട്. എന്നാൽ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, കൃപാസനത്തിൽ പോകണം. ആലപ്പുഴയിൽ എങ്ങനെ പോവും എനിക്കറിയില്ല, അതിനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾ വലിയ കടബാധ്യതയിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ളത്. 2 മക്കളും 2 ഭവനങ്ങളിലാണ്. ഭർത്താവിന് വളരെ കടമാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ വരും, ഒരു ദിവസം പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു ദിവസം എനിക്ക് ബാങ്കിൽ എനിക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടി അടച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു കൈയെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് വേദന എന്തെന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്ന് കയറി ശരീരം മൊത്തം വേദന, പനി പോലെയും ദേഹം വിറയ്ക്കുന്നത് പോലെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുഴ കണ്ട്. എന്തെന്ന് ഞാൻ ആ പാടെ തകർന്നു പോയി. ഇതെന്താണ്, ക്യാൻസറാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീട്ടിൽ ഞാൻ മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഉടനെ ഞാൻ ഫോണെടുത്ത് മോളെ വിളിച്ച്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എനിക്കിങ്ങനെ നെഞ്ചിലൊരു മുഴ മക്കളെ, എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ ശരീരമൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, അമ്മ ഇതെന്ന് ഇന്ന് കണ്ടതാണ്, എനിക്ക് ഇന്നാണ് ഇത് വേദന തോന്നിയത്. ശരിക്കും 5-6 ദിവസം കൊണ്ട് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് ശരിക്കും വേദന തോന്നണ്. ആശുപത്രി പോകുമോ കാരക്കുണത്തെന്ന് ചോദിച്ച്, ഇന്ന് വൈകുന്നേരമായില്ലേ, ഞാൻ പറഞ്ഞില്ല മക്കളെ, നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പിറ്റേന്ന് എൻ്റെ ഭർത്താവും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനും എൻ്റെ മകളെ ഭർത്താവും അവൾക്ക് 2 പെൺമക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ കാരക്കുണ ആശുപത്രി പോയി. അവിടെ പോയി കണ്ണീരൊഴുകി ഞാൻ കണ്ണീരോടെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ. എൻ്റെ കൃപാസന അമ്മയെ എനിക്കറിയില്ല, അവിടെ ഏത് പള്ളിയാണ്, കൃപാസനത്തെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ട എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, ഞാൻ തകർന്നു പോവും. അത് വരുന്ന ആ അസുഖമാണെങ്കിൽ ഞാൻ മരിക്കണതാണ് നല്ലത്. ഞാൻ ആരോടെ പോയി ഒതുങ്ങും, ആരെന്നെ അന്വേഷിച്ചെടുക്കും എന്നെനിക്കറിയില്ല. ആശുപത്രി പോയി ഡോക്ടർ എന്നെ വിളിച്ച് റൂമിൽ കയറ്റി. ഒരു നേഴ്സും കൂടെ വന്ന് അവർ നോക്കിയപ്പം ചോദിച്ച്, ഇതെപ്പോഴും അമ്മയെ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇത് ഇന്നലെ അല്ലല്ലോ, ഇത് ശരിക്കും ദിവസമായ കേസാണല്ലോ, ഇന്നലെ കണ്ടതാണ്, ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബാങ്കിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോയിട്ട് വന്നപ്പോൾ എനിക്ക് ശരീരം വേദന. അങ്ങനെ നോക്കി വലിയൊരു മുഴ കണ്ട് മാളെ വിളിച്ച് അങ്ങനെയാണ് ഇന്ന് വന്നത്. അത് സ്കാനിങ് എടുക്കണമ്മ എന്ന് പറഞ്ഞ്. ആരുണ്ട്, മകളുണ്ട്, മകളെ ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉടനെ വേറെ എന്തൊക്കെ അസുഖമുണ്ട്, എനിക്ക് തൈറോയ്ഡ്, 10 വർഷം കൊണ്ട് ഞാൻ തൈറോയ്ഡിന് ഗുളിക കഴിക്കണ്. ഞാൻ ഒന്നും അതിൽ ചെക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് കാല് വേദന വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ്. ഞാൻ സ്വന്തമായിട്ട് ഡോക്ടറെ കാണിച്ച് 10 വർഷം കൊണ്ട് 100 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സ്കാനിങ് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ ആയപ്പോഴേ ഈ ഡോക്ടർ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞ്. അവർ ഉടനെ പറഞ്ഞ് സ്കാനിങ് എടുക്കണം, തൊണ്ടയ്ക്കും എടുക്കണം, നെഞ്ചിൽ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞ് ഉടനെ എന്നെ റൂമിൽ കയറ്റി. ഞാൻ റൂമിൽ എന്നെ കൊണ്ടുവന്ന് ഡ്രസ്സ് മാറ്റിയപ്പോൾ എൻ്റെ നെഞ്ചിനകത്തെല്ലാം കൃപാസനം വേറെ വിളിയായിരുന്നു. ഞാൻ പൊട്ടി കണ്ണീരൊഴുകി കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കൊച്ചു പെമ്പിളർ നേഴ്സ് പറയണ്, അമ്മ പേടിക്കണ്ട, പലർക്കും ഇങ്ങനെ വന്ന് പല കേസായിട്ട് ഇങ്ങനെ വരും, അതിന് അസുഖമായിരിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഒരിക്കലും പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ്. എൻ്റെ മകൻ്റെ പ്രായമുള്ള ആ മക്കളും പറയും, ഡോക്ടർമാർ പറയുന്നു, അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ചെന്നെ കയറ്റിയവർ സ്കാനിങ് എടുത്തതും എൻ്റെ കയ്യിൽ ജവമാല പിടിച്ചും കൊണ്ടുള്ള കണ്ണീരൊഴികളെ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ക്യാൻസർ ആവല്ലേ,
എൻ്റെ കൃപാസനമ്മയെ എന്നെ അന്വേഷിക്കാൻ ആളില്ല. ഞാനും എൻ്റെ ഭർത്താവും കടക്കാറാണ്. എൻ്റെ വസ്തു ജപ്തി കിടക്കണ്, ഒരു നിവൃത്തിയില്ല. എൻ്റെ മകൾക്കും അങ്ങനെയുള്ള ഒരു ജോലിയില്ല. ഞങ്ങളെ അന്വേഷിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഈ ക്യാൻസർ എന്നുള്ള രോഗം എനിക്കായിരിക്കല്, എനിക്കത് വേറെ എന്തെങ്കിലുമായി എനിക്കത് മാറണേ എന്ന് പ്രാർത്ഥിച്ച് അവരെന്നെ വിളിച്ച് അവർ സ്കാനിങ് എടുത്ത് ആ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം ഞാൻ കണ്ട ഡോക്ടർ, സർജറി ഡോക്ടർ, അവർക്ക് അപ്പോഴും പോയി. അവർ ഉച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു. വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 3ാമത്തെ സ്റ്റേജായിപ്പോയി, അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, ക്യാൻസർ ആവാനാണ് ചാൻസ് എന്ന് ആ ഡോക്ടർ പറഞ്ഞ്. ആ നിമിഷം ഞാനും എൻ്റെ മകളും തകർന്നു പോയി. അപ്പോഴെൻ്റെ മകളും ഞാനും കൂടെ പുറത്ത് ഉറങ്ങിയെന്ന്. ഞാൻ വിളിക്കണ എല്ലാം കൃപാസന മാതാവ്, എനിക്കറിയില്ല കൃപാസന എവിടെയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജവമാലയും പിടിച്ചും കൊണ്ട് ഞാൻ കണ്ണീരൊഴുകി പിടിക്കുന്നു. 15 വർഷം കൊണ്ട് ഞാൻ ഒരു കുരിശടി കഴിവെടുക്കുകയും വിളക്ക് എത്തിക്കുകയും ലൈറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൈവിടൽ കൃപാസനമ്മ മാതാവേ എന്നുള്ള വിട്ടുവിളിയാർന്ന്. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കാൻ ഞാനും എൻ്റെ മകളും. പക്ഷേ എനിക്ക് ക്യാൻസർ ആയിരിക്കല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ക്യാൻസർ എന്നുള്ള രോഗം വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവർ ആ ഡോക്ടറെ കാണിച്ച് ഉടനെ മകളെ വിളിച്ചു പറയണേ, ബയോപ്സി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, പൈസ ഉണ്ടോയെന്ന് ചോദിച്ച്. മകൾ പറഞ്ഞു അത് ഇപ്പം തന്നെ ചെയ്യണം, അതുകൂടെ ഞങ്ങൾക്ക് അറിയണം ഡോക്ടറെ എന്ന് പറഞ്ഞ്. ഉടനെ അതുകൊണ്ട് കയറിയപ്പോഴും ആ ഡോക്ടറിൻ്റെ നെഞ്ചിൽ സൃജി കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് കണ്ണീര് 2 സൈഡിലൂടെയും കണ്ണീരിൽ നിന്ന് രക്തം ഒഴുകണ്. അപ്പോഴാ ഡോക്ടർ പറയുന്നത് പേടിക്കണ്ട, ഇത് പലർക്കും ഇങ്ങനെ വരുന്നതാണ്, അതെന്താണെന്ന് പേടിക്കണ്ട, ക്യാൻസർ ആവാൻ അങ്ങനെ ഒരു ഇതല്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുന്നതാണ് അവരും എനിക്ക് ധൈര്യം തരണത്. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ജവമാലയും പിടിച്ചും കൊണ്ട് ഒറ്റ വിളിയും വിളിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് രക്തം ചിന്തിക്കൊണ്ടിരുന്നു. അവർ കുത്തി ടെസ്റ്റ് ചെയ്ത് ഉടനെ അവർ പിറ്റേ വ്യാഴാഴ്ച, ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങളവിടെ പോണത്, പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ആഹാരം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒരേ കിടപ്പായിരുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ അങ്ങ് ഞാൻ ഒരു രോഗിയായ അവസ്ഥയായി. പുറത്തിറങ്ങാൻ എനിക്കൊരു മടിയായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുമെന്നുള്ള പേടിയിൽ ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയില്ല. എൻ്റെ ഭർത്താവിനുടെയും മകളുടെയും പറഞ്ഞ് മക്കളെ ഇത് ആരുടെയും പറയല്ലേ, എന്നെ ഒരു ക്യാൻസർ രോഗിയായിട്ട് ആരും കാണല്ലേ, ആരുടെയും ഈ സംഭവം പറയല്ലേ, ഇതെന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വിളിച്ച് ആ ഒരാഴ്ച ഞാൻ ജവമാലയും ചൊല്ലി കൃപാസനമ്മ മാതാവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇതറിയുമ്പോൾ ഇത് ക്യാൻസർ ആവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3ൻ്റെ അന്ന് അവിടെ ഒന്ന് വിളിക്കണേ, കൃഷ്ണകുമാരിക്ക് എന്താണ് ഈ ബയോപ്സി ചെയ്യുക, എന്താണ് അസുഖം വന്നതെന്ന് എൻ്റെ മകളെ വിളിച്ച്. മകൾ പറയണം അമ്മയ്ക്ക് നെഞ്ചിലൊരു മുഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്നത് എന്ത് മക്കളെ എനിക്ക് ക്യാൻസറാണ്, ഇല്ല അത് അവർ സംശയം ചോദിച്ചെന്താണെന്ന് പറഞ്ഞ്. പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ടിന് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എന്നെ റൂമിൽ വിളിച്ച്, അന്ന് എൻ്റെ ഭർത്താവും കൂടെ വരെയാണ്, അവിടെ പോയി വിളിച്ച് അവർ ചോദിച്ച് അമ്മയ്ക്ക് എന്തായാലും ക്യാൻസർ അല്ല, ഇതൊരു ഇൻഫെക്ഷനിലാണ് വന്നത്, പേടിക്കാനില്ല അമ്മ, വൈറ്റമിൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും നെറ്റിയിൽ കുരിശ് വരച്ച് കൃപാസനമ്മയെ കോടാനക്കോടി നന്ദി, എൻ്റെ അമ്മ ചെയ്ത അത്ഭുതത്തിനും അടയാളത്തിനും എനിക്ക് കോടാനക്കോടി നന്ദി. ഞാൻ യെശയ്യാ പ്രവാചക അധ്യായത്തിൽ ഞാൻ 45-ാം അധ്യായം 2-ാം വചനത്തിൽ ഞാൻ വായിക്കും, എന്ന് നിരന്തരം എടുത്ത് എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലാൽ തകർക്ക ഇരുമ്പോഴിലൊടുക്കുകയും ചെയ്യുന്ന വചനത്തിൽ കൂടെ ഞാൻ ആ വചനം പ്രാബല്യത്തിലെടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വസ്തു അതെനിക്കൊരു നിയോഗമായിരുന്നു, എൻ്റെ ഈ രോഗം മാറിക്കിട്ടിയേന്. എൻ്റെ കൃപാസനമ്മയ്ക്ക് ഞാൻ വന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി വന്ന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കണ്. ഞാനും എൻ്റെ മകളും കുഞ്ഞുങ്ങളും വന്ന് അവളും ഞാനോട്ടൊന്ന് ഉടമ്പടി എടുക്കണ്. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വയ്ക്കുന്നു. ഒന്ന്, എൻ്റെ വസ്തു 10 വർഷക്കാലമാവണം ഞങ്ങൾ ലോൺ എടുത്തിട്ട് 8 ലക്ഷം എടുത്തോളൂ, 1.5 ലക്ഷം രൂപ അടച്ച് ഞങ്ങൾക്ക് അടയ്ക്കാൻ പിന്നെ നിവർത്തിയില്ല, ആ വസ്തു വിഴുന്നു പോയി. അവർ നിത്യവും വന്ന് ഞങ്ങളെ വീട്ടുകാരെ വന്ന് ഭീഷണിയാക്കുകയും ഞങ്ങളെ ബാങ്കുകാർ വന്ന് ജപ്തി ഒട്ടിക്കുകയും എന്നെ അനാവശ്യമായി പറഞ്ഞ് സംസാരിച്ചിട്ടേയും പോവുകയും ചെയ്യും. വീട്ടിൽ ഞാൻ തൊഴിലുറപ്പിന് പോകാത്ത സമയം
കഥ പടച്ചിട്ടിരിക്കണം. ഞാൻ എൻ്റെ കഴുത്തിലൊരു നൂല് മാല കിടക്കും. ബാങ്കുകാർ തന്നെ നോക്കിയിട്ട് ഈ മാല ഞാൻ എൻ്റെ സ്ലാപ്പിൻ്റെ അടിയിൽ എറിഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. എന്തെന്ന് ചോദിച്ചും അവർ പറയും, നിങ്ങളിവിടെ നിറങ്ങേണ്ടി വരും, നിങ്ങളെ വസ്തു ഞങ്ങൾ ലേലത്തിൽ കൊടുക്കുകയാണ്. ആ ഞങ്ങളത് ലേല നോട്ടീസ് ഒട്ടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വസ്തു ക്ലോസ് ആക്കണം. ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ട്. ഈ വസ്തു വീഴുന്നപ്പം ഞങ്ങൾ KSFിൽ ഒരു ചിട്ടി കെട്ടി. ആ ചിട്ടി കെട്ടി 6 മാസമാകുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ആ ചിട്ടി ഞങ്ങൾക്ക് എൻ്റെ പേരിനാണ് കെട്ടിയത്. ആ ചിട്ടി 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിട്ടി വീണ്. എന്നാൽ വീഴുന്നെങ്കിലും ആ ചിട്ടി ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല. അതിനുള്ള പൊറുപ്പ് കൊടുക്കണം. സഹായിക്കാൻ ആരുമില്ല. മകൻ ഒരു വിവാഹം കഴിഞ്ഞ മകൻ്റെ ഭാര്യ എനിക്ക് വസ്തു തന്നിട്ട് അവൾക്ക് മനസ്സോടെ അവൾ തന്നില്ല. ഈ വസ്തുവും പോവും ആ വസ്തുവും പോവും എന്നുള്ള ഇതിൽ അവർക്ക് മനസ്സില്ല. അവളും തന്നില്ല. തിരിച്ചങ്ങനെ ഞാനും എൻ്റെ ഭർത്താവ് ഒറ്റപ്പെട്ട ഒരു ജീവിതമായി എൻ്റെ വീട്ടിൽ. ബാങ്കുകാർ വന്ന് ഓരോ ദിവസം ഞങ്ങളെ ഈ രോഗത്തിൽ ഞങ്ങൾ ഓരോരോ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് കതവ് തള്ളുകയും കതവിലിടിക്കുകയും നോട്ടീസ് ഒട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ പള്ളിക്കാർക്ക് വിൽക്കും വസ്തു, ലേല ഒട്ടിക്കും, നിങ്ങൾ ഇന്ന് ഇറങ്ങിയേ പറ്റൂ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ റോഡും കരയിലെ വസ്തു എന്ത് 5 സെൻറ്റ്, പക്ഷേ ഞങ്ങളെ വസ്തു ആരും എടുക്കണില്ല. ഞങ്ങളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ പേർക്ക് ആഗ്രഹമാണ് ലേലത്തിൽ പോകാൻ വേണ്ടി. എന്നാൽ എൻ്റെ കൃപാസന അമ്മ മാതാവ് എന്നെ അതിലും വിട്ടില്ല. എനിക്ക് അതിലും ദൈവം എന്നെ എനിക്ക് അനുവദിച്ച് എനിക്ക് അനുവാദം തന്നു. എൻ്റെ മാതാവേ, കൃപാസനമ്മയെ, ഞാൻ 6 നിയോഗം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ വെച്ച്. ഒന്ന് എൻ്റെ വസ്തുവിൻ്റെ നിയോഗമായിരുന്നു. അടുത്ത ഉടമ്പടിയിൽ വരുമ്പോൾ എൻ്റെ വസ്തു എനിക്ക് ലേലത്തിൽ നിന്ന് ഒഴിവാക്കി എനിക്ക് തന്നേ പറ്റൂ. എൻ്റെ ഈ ചിട്ടിയിൽ നിന്നും പൈസ എടുത്ത് എനിക്ക് മറിക്കേണ്ട വഴി എനിക്ക് വാതിൽ തുറന്നേനും കൃപാസനമ്മയെ എന്ന് വിളിച്ച്. അങ്ങനെ ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ ബാങ്കുകാർ അടുത്ത് പോയി. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ആ സെക്രട്ടറി ഒരു കാരണവശാലും ഒതുങ്ങണില്ല, 17 ലക്ഷം രൂപയ്ക്ക് ആ സ്ത്രീക്ക് വേണം എന്ന് ആ പ്രസിഡൻറ്റ് എൻ്റെ കരച്ചിലുണ്ട്. അവരങ്ങനെ ഞാൻ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ചെറിയൊരു മനസ്സുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് അങ്ങേരറിയാതെ ഒരു നുള്ളെടുത്ത് ആ കസേരയുടെ അടിയിൽ തൂറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞ് 12 ലക്ഷം രൂപ ഇല്ല, 12 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒതുക്കിയെടുക്കാം. എന്നാൽ ഞങ്ങൾ ഒരു വഴിയും കണ്ടില്ല, ഇതെങ്ങനെ മറിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. ചിട്ടി ഞങ്ങൾക്ക് ബാങ്കിൽ വിഴുന്ന് കിടക്കുകയാണ്, പക്ഷേ ഇതിന് പൊറുപ്പ് കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങേര് പറഞ്ഞില്ല 12 ഒതുങ്ങില്ല എന്ന് പറഞ്ഞ്. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉപ്പും തൂറ്റിയിട്ട് പ്രതീക്ഷ ഉറപ്പുണ്ട് എൻ്റെ കൃപാസനം എന്നെ കൈവിടില്ല എന്ന്. ഞാൻ വീട്ടിൽ വന്ന് 3-ൻ്റെ അന്ന് അവർ വിളിക്കണ്, നിങ്ങൾ ബാങ്ക് വരെ വരണമെന്ന് പറഞ്ഞു. ജോണേ, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നാണ്. ജോണേ, ബാങ്ക് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പോയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് 14 ലക്ഷം ഇല്ല, ഞങ്ങൾക്ക് പറ്റില്ല, 12 അതും ഞങ്ങൾ ഇതുവരെയും പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ മകളെ ഭർത്താവ് ഒരു മദ്യപാനിയല്ല, ഒരു പുകവലിയല്ല, ഒരു കൂട്ടുകെട്ടില്ല. എനിക്ക് ദൈവം അറിഞ്ഞ് എൻ്റെ മകനെക്കാലം തന്നതാണ്. എൻ്റെ ഒരു മകനാ എനിക്ക് ദൈവം നല്ല മനസ്സോടെ എനിക്ക് എളിമയോടെ ഒരു മകനെ തന്ന്. ആ മകൻ പറഞ്ഞ് അവളെ കഴുത്തി കിടക്കണ ഉരുപ്പടി എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം കൂടെ പണയം വെച്ച് ആ വസ്തുവിൻ്റെ ലോൺ തീർക്കുക. ഇനിയിപ്പോൾ അമ്മയും പപ്പയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ, വയസ്സുകാലത്ത് എവിടെ പോകും, പറ്റില്ല എന്ന് പറഞ്ഞ് ആ 12 ലക്ഷം അവളെ സ്വർണവും കൊണ്ട് വെച്ച് ഈ ബാങ്കിൽ നിന്ന് ബാക്കി പൈസ 9 ലക്ഷം രൂപ KSFിൽ നിന്ന് നിങ്ങൾ പിൻവലിക്കുന്നു. അത് മറിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ ബാങ്കുകാർ ഒരിക്കലും ഒതുങ്ങില്ല. അങ്ങേര് പറയണ ഞങ്ങൾ ഒരാഴ്ച കഴിയട്ട് ഞങ്ങളിതിലൊരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മകൾ പറഞ്ഞു, അതെങ്ങനെ പറ്റും, ഞാൻ എൻ്റെ അമ്മയും പപ്പയ്ക്കും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ചതിക്കുന്നത്. എൻ്റെ കെട്ടുതാലി വെച്ചാണ് ഞാൻ ഈ കാശ് മറിച്ച് എൻ്റെ അമ്മയും പപ്പയും വിചാരിച്ച് കൊണ്ടുവന്നത്. ഞങ്ങളെങ്ങനെ പൊറുപ്പിൽ നിങ്ങൾക്ക് ഈ 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരും, പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ പൊറുപ്പ് വേണമെന്ന് പറഞ്ഞ്. എവളെ സംസാരം കണ്ട് ആ പ്രസിഡൻറ്റ് ഈ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയിൽ എന്തോ അങ്ങേരെ മനസ്സലിവ് തോന്നി. അങ്ങേര് പറഞ്ഞു, നിങ്ങളൊരു അപേക്ഷ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് അവളൊരു അപേക്ഷ എഴുതി 12 ലക്ഷം രൂപ ഞങ്ങളിത് അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ അവിടെ നിന്ന് വിളിക്കണം, നിങ്ങളെ ലോൺ ക്ലോസ് ആണെന്ന് പറഞ്ഞ്. ആ ക്ലോസാക്കി തന്ന എൻ്റെ കൃപാസനമ്മയ്ക്ക്, എൻ്റെ അമ്മേരെ പൊന്നോമന പുത്രനായ എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദിയാണ്. നിങ്ങൾ ചിട്ടി വീഴുന്നേ, ഇപ്പം ആ ചിട്ടി ഞങ്ങൾക്ക് അടയ്ക്കാന്ന്. ചിട്ടി വീഴാൻ കാരണം എൻ്റെ കൃപാസനമ്മയുടെ മാതാവിൻ്റെ വിളിയാണ്, എൻ്റെ മാതാവിൻ്റെ. ഞങ്ങളെ നടയിലും ഒരു കുരിശടിയുണ്ട്. ഞാൻ എപ്പോഴും മാതാവിനടുത്ത് ജീവിക്കുന്നവളാണ്. ഞാൻ ഹിന്ദുവായിരുന്ന സ്ത്രീ, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയവളാണ്. ഇന്ന് എൻ്റെ മാതാവിനെ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 4 വ്യക്തികളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചെലവിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത്
എടുത്തിട്ടുണ്ട്. 4 പേരെ കൊണ്ടൊന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ മകളിതാ 2ാമത്തെ പ്രാവശ്യമാണ്, ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള പലരും കൊണ്ടുവന്ന് കുരിശടി ഇടും പോലെ ഞാൻ കൊണ്ടങ്ങനെ ഇടില്ല. ഞാൻ ആശുപത്രികളിൽ റോഡുകളിൽ ഇറങ്ങി ഞാനും എൻ്റെ ഭർത്താവും കൂടെ വണ്ടിയിൽ പോയി ഞങ്ങൾ പലർക്കും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിതരണങ്ങൾ ചെയ്യും. പൊതിച്ചോറ് ആര് വന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് തിരക്ക് കാര്യമായിരുന്നാലും എന്ത് ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിലായിരുന്നാലും ഞാൻ പൊതിച്ചോറ് മുടക്കം വരുത്തില്ല. ആര് വന്ന് ചോദിച്ചാലും ഒരു പൊതിയാണ് ചോദിക്കണമെങ്കിൽ ഞാൻ അതിൽ കവിഞ്ഞും എന്നെക്കൊണ്ട് പറ്റുന്ന പൊതി ഞാൻ കൊടുക്കും. എന്നെക്കൊണ്ട് ആരെ കൊണ്ട് പറ്റുന്ന സഹായമെന്ന് ആര് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള സാധനം ഞാൻ മുടക്കം വരാതെ കൊടുക്കും. കുർബാന എൻ്റെ തൊട്ട് മുറ്റത്താണ് എനിക്ക് പള്ളി. ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോവും. ഞാൻ ജപമാല എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ 5:30-ക്കുള്ള പ്രാർത്ഥന എനിക്ക് ചിലപ്പോൾ എണീക്കാൻ പറ്റാത്ത ചില സാഹചര്യമായിരിക്കും. എന്നാൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കം വരുത്തില്ല. ബൈബിൾ മുടക്കം വരുത്തില്ല. ഞാൻ എൻ്റെ കൃപാസനമ്മയുടെ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് ഞാൻ സങ്കല്പിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമോ എനിക്കത് ഇന്നും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഈ നിമിഷം വരെയും എനിക്ക് ഇനിയും നിങ്ങളെല്ലാവരും കൃപാസനമേ കൈവിടാത്തവണ്ണം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണവർ അതിൻ്റേതായ ഭക്തിയിൽ അതിൻ്റേതായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ നന്മ കൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ തന്ന കൃപയ്ക്കും എൻ്റെ വാക്കിനുമെല്ലാം എൻ്റെ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.